ദൈവമേ മിണ്ടാതിരിക്കരുതേ. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ. ദൈവമേ സ്വസ്ഥമായിരിക്കരുതേ. ദൈവമേ മൗനമായി സ്വസ്ഥമായിരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവൻ നിന്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഭക്തന്മാരുടെ നേരെ ദുരാലോചന ഒഴിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയാം. അവരുടെ പേർ ഇനി ആരും ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. നിനക്ക് വിരോധമായ സത്യത ചെയ്തു. ഏദോമ്യരുടെയും ഇശ്മായേലരുടെയും കൂടാരങ്ങളും മോവാബിനും ഹഗിരിനും കൂടെ ഗബാലും അമ്മോനും അമ്മാലേക്കും ഫിലിസ്തദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാനോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. ഗീശോൻ തോട്ടിങ്കിൽ വെച്ച് സീസരയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവർ എന്തോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രമുഖന്മാരെയും സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിന്റെ നിവാസികളെ നമുക്ക് അവകാശം പങ്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, ചുഴലിക്കാറ്റോട് പോലെ കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുറ്റുകളെ നറഞ്ഞ പോലെയും നിന്റെ കൊടുങ്കാറ്റുള്ളവരെ പിന്തുടരണമേ. ചുഴലിക്കാറ്റുള്ളവരെ ഭ്രമിപ്പിക്കണമേ. തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണ്ണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ നാമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. യേശുവെ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം, നീ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവിലേക്ക് ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ സമർപ്പിക്കാനും എല്ലാം തന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുവരെ ആയിരിക്കുന്ന സാധനം നിതയ്ക്കും കർത്താവെ പ്രത്യാശനും അതുപോലെ ത്രസയ്ക്കും സീഫസിനുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ലെനിക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകേശിന് വേണ്ടിയിട്ട്, നയമിക്ക് വേണ്ടി, പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോഹിക്കും ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. പുസ്തകം ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരെയായിരിക്കുകയും വിവിധ നിലകളിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു സമൃദ്ധമായ ആത്മീയ ആഹാരവും ആത്മാവിന്റെ ശക്തിയും ദൈവിക നടത്തിപ്പും നൽകി തന്നെ ഞങ്ങളെ മരിക്കണമേ, അനുഗ്രഹിക്കുക. ഒന്ന് നമുക്ക് കുറാകട്ടെ, കടങ്ങളിൽ താഴ്ന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ആരാധനയ്ക്കായി സാധിച്ചില്ല. കാരണം പൊതുസഭയിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും ആരാധനയ്ക്ക് പോകാറില്ല. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് വീണ്ടും നമ്മൾ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് നമുക്ക് ഇത്രയും കാലം കർത്താവ് നടത്തിയ വിധങ്ങളും കർത്താവിന്റെ നമ്മെക്കുറിച്ചുള്ള കരുതലും എല്ലാം ഓർക്കുമ്പോൾ, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ലോകത്തിൽ അവസാനിപ്പിക്കുമ്പോൾ, ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ
അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പ്രകാരം ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ ഉള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടോ? നല്ല പോർ പൊരുതു. ആരോട് പൊരുതു? വായിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവകൃപയെ ഓട്ടം തികയ്ക്കണം. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതിനാണ് നടക്കുക, ഓടുക എന്നെല്ലാം പറയുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വരുന്ന ഒരാള് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും എത്തിപ്പെടേണ്ട സ്ഥാനം സ്വർഗീയ സിയോനാണ്. അവൻ നിൽക്കുന്ന സ്ഥാനം ഭൂമിയാണ്, ലോകമാണ്. അപ്പൊ ലോകത്തെ വിട്ട് സിയോനിലേക്കുള്ള ദൂരമാണ് ഓടി തീർക്കേണ്ടത്. ആ ദൂരം എങ്ങനെ ഇല്ലാതാക്കാം? എങ്ങനെ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞത്? അതിന് നമ്മൾ ഒരിക്കൽ ലേഖനത്തിൽ വായിക്കുന്ന പ്രകാരമാണ്, ഞങ്ങൾ ജഡത്തിലിരിക്കുന്ന കാലത്തോളം കർത്താവിനോട് ആകുന്ന പരദേശികളായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ കർത്താവിനെയും നമ്മെയും തമ്മിൽ നമ്മുടെ പ്രാണനെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് ഈ ശരീരമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രവൃത്തികളാണ്, ശരീരത്തിന്റെ സ്വഭാവമാണ്, ജഡിക സ്വഭാവമാണ്. അപ്പോ ഇതിനെ തരണം ചെയ്ത് കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിയെത്തണം. അതിനു വേണ്ടിയിട്ട് ഈ ജഡത്തോട് പോരാടണം. ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ, വിചാരങ്ങൾ, മോഹങ്ങൾ ഇതിനെയൊക്കെയും കീഴമർത്തി മുമ്പോട്ട് നീങ്ങണം. അതിന് സഹായിക്കാൻ തന്നിട്ടുള്ളതാണ് വചനം. ഈ വചനം നമ്മൾ ഓരോന്നും ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ച് അതനുസരിക്കുന്നതോടുകൂടി നമ്മൾ ഈ ജഡത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുക, അതായത് ഓട്ടം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അല്ലേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നു, മുമ്പ് നിങ്ങൾ നന്നായിട്ട് ഓടുമായിരുന്നു, ഇന്ന് എന്നെ പറ്റി സത്യം അനുസരിക്കാതിരിക്കാൻ ആരും നിങ്ങളെ തടുത്തു കളഞ്ഞു. അപ്പൊ മുമ്പ് നിങ്ങൾ ഓടിയിരുന്ന എങ്ങനെയാ? സത്യം അനുസരിച്ച. അപ്പോ therefore ഓടുന്നവൻ എന്ന് പറഞ്ഞാൽ സത്യം അനുസരിക്കുന്നവൻ. സത്യം അനുസരിക്കുന്നവനാണ് ഓടുന്നവൻ. അപ്പോ സത്യം എപ്പോൾ അനുസരിക്കാൻ മടി കാണിക്കുന്നുവോ അല്ലെങ്കിൽ നിർത്തുന്നുവോ അപ്പൊ തന്നെ ആ ഓട്ടം നിന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ഓട്ടം നമ്മൾ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇനി ബഹുദൂരം സഞ്ചരിച്ച് തീരാനുണ്ട്, ഇനി ഓടിത്തീരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ തീർത്തും കുറ്റമറ്റതായി തീരേണ്ടുന്ന വചനഭാഗങ്ങളുണ്ട്. ഇന്നും കർത്താവിൽ നമ്മെ അകറ്റി നിർത്തിയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും രാവും പകലും ഇത് തന്നെയാണ്. കാരണം എന്നോട് കർത്താവ് സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആരോടും കടപ്പെട്ടിരിക്കരുത്, അടിമോഹത്തിൽ കുടുങ്ങിപ്പോകരുത്. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ ദാസനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ നല്ലൊരു കടത്തിലുമാണ്. ഇതെങ്ങനെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കും? അതുപോലെ തന്നെ വേറെയും ചില വചനങ്ങൾ. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ അതിനൊക്കെ കുറ്റം തീർന്നു കഴിഞ്ഞാൽ, ആ ഭാഗങ്ങളൊക്കെ ഞാൻ അനുസരിച്ച് തീർന്നാൽ ഞാൻ എന്തോരം എത്രമാത്രം ഓടി. ഇന്ന് ഓട്ടം എത്ര ഓടിയിട്ട് എത്തുന്നില്ല, എത്ര ഓടിയിട്ടും നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. നിങ്ങൾ നാവിനെ നിയന്ത്രിക്കാതെ നിങ്ങൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ലെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എത്രമാത്രം കാര്യങ്ങളിൽ ഇന്നും നമ്മൾ നിന്നെടുത്ത് തന്നെ നിന്നു. നമ്മള് കേട്ടിട്ടുണ്ട്, ചെങ്ങന്നൂരിന്ന് രണ്ടുപേര് ചേട്ടനും അനിയനും കൂടി മദ്യപിച്ചിട്ട് വള്ളത്തേക്ക് കയറി തുഴയാൻ തുടങ്ങി. രണ്ടുപേരും ഒരു പകുതി വെളിവേ ഉള്ളൂ. നേരം വെളുക്കാറായി. 1 മണിക്കൂറോളം പോയി കഴിഞ്ഞപ്പോഴാണ്, നേരം വെളുപ്പത്തേക്കാണ് ആ മദ്യത്തിന്റെ ലഹരി അങ്ങ് ഇറങ്ങിയപ്പോഴാണ് നോക്കുന്നത്, വള്ളം കെട്ടിയിട്ടേക്കുക. വള്ളം കെട്ടിയിട്ട് വള്ളത്തിൽ കിടന്നുകൊണ്ടാ ഈ പണിയെല്ലാം ചെയ്തു.
ഇതുപോലെ നമ്മളുടെ ജഡത്തിൽ നമ്മൾ ഈ കെട്ടിക്കിടക്കുവാണ്. ഈ ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ നാളുകളിൽ നമ്മൾ സമഗ്രമായിട്ട് നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കണം. എന്റെ കർത്താവ് എന്താണ് ഇനിയും ഈ ഓട്ടത്തിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ലാത്ത തരത്തിൽ എന്നെ തടുക്കുന്ന ആരാണ്? ഗലാത്യർക്ക് സംഭവിച്ചതുപോലെ സത്യം അനുസരിക്കാതിരിക്കാൻ ആരാണ് തടുക്കുന്നത്? എന്തായിരുന്നാലും കാലം പഴയതുപോലെ അല്ല. ഇതാ എന്ന് പറയുന്നതിന് മുമ്പേ ഇവിടെ കാര്യങ്ങൾ മാറി മറിയും. നമ്മൾ വലുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് മുമ്പാകെ വലുതൊന്നുമല്ല. നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ഒരു നേട്ടമല്ല. രാപ്പകൽ പാപത്തോട് പോരാടുന്നതിൽ എന്നും പ്രാണത്യാഗത്തോളം അതിനെ എതിർത്ത് നിൽക്കുന്ന ജീവിതങ്ങൾ ഈ ലോകത്തെ അതിജീവിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിലേക്ക് ഇറങ്ങിയിരിക്കുക. പക്ഷെ വേണ്ട വിധത്തിൽ പോരാടുവാൻ നമുക്ക് കഴിയണം. അത് കഴിയണം. നമ്മൾ എവിടെയെല്ലാം നമ്മൾ കെട്ടിക്കിടക്കുന്നുണ്ടോ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളിൽ, ആത്മീയ ജീവിതങ്ങളിൽ, ഒരു കഴിഞ്ഞ ദിനങ്ങളിൽ ഞാനും റോയും കൂടി ഇരുന്നും കൂടെ ഇങ്ങനെ സംസാരിച്ചു. പണ്ട് എങ്ങനെയായിരുന്നറിയാമോ? ഒരു ദിവസം 1 മണിക്കൂർ വെറുതെ ഇരുന്നാൽ കുറ്റബോധം കൊണ്ട് നിറയും. ഒരു സഞ്ചിയിൽ ട്രാക്ടർ എടുത്തിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണമായിട്ട് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 5 പേരുണ്ട്. ഈ 5 പേര് വൈകുന്നേരം വരെയും നടന്ന് അവസാനം ദൈവിക സംരക്ഷണത്തിൽ മടങ്ങി വന്നിരുന്ന ഒരു കാലം. ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാവുമെന്ന് വരെ ഞങ്ങൾ ഇരുന്ന് ചിന്തിക്കാൻ ഇടയായി തന്നു. ഈ നാളുകൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കടമാണത്. ആ വചനം അതിൻ്റെതായ നിലയിൽ നിവർത്തിക്കാത്തത്തോളം കാലം ഓടുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യം പോലെയല്ല. ഇത് മനുഷ്യന്റെ കുറവുകളൊക്കെ ഈ അല്പം പോലും വിശ്രമിക്കാതെ ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിശ്ചയമായിട്ടും കർത്താവിനെ മാനിച്ചിരിക്കും. കാരണം അത് അത്ര മാത്രം ദൈവത്തിന്റെ ശ്രദ്ധയോടുകൂടി കൽപ്പനയാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം 4 വശത്തും നമ്മൾ ഈ ഓടുന്നു എന്ന് പറയുന്നതല്ലാതെ മുമ്പോട്ടൊരടി വെക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ഇന്ന് ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് മുമ്പോട്ട് ഓടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിലുള്ള ആരാധന ദൈവത്തിന് പ്രസാദകരം വരുമാറ് എങ്ങനെയായിരിക്കണം കർത്താവ്? ഏതെല്ലാം ക്രമീകരണങ്ങളാണ് ഞങ്ങൾക്ക് വരേണ്ടത്? ഇതെല്ലാം ശ്രദ്ധയോടെ നോക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. യേശു മഹോന്നതനേ